കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, സംസ്ഥാന ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയ കുറിച്ചി ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതിക്കെതിരെ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ ധർണാ സമരം ഇവിടെ നടത്തുന്നത്. ഈ ധർണാ സമരത്തിന് സ്വാഗതം ആശംസിക്കാൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ മോട്ടി കാമനാടിയെ ക്ഷണിക്കുന്നു. ഈ ധർണ പ്രതിഷേധ സമരത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന പ്രിയങ്കരനായ കോൺഗ്രസ് കമ്മിറ്റിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ അരുൺ ബാബു, പ്രിയങ്കരനായ മുൻ മന്ത്രി KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുതിർന്ന കോൺഗ്രസിന്റെ നേതാവുമായ ആദരണീയനായ KC ജോസഫ് അവർ, മറ്റ് നേതാക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഇത്ര ഗുരുതരമായ അഴിമതിയും സ്വജനപക്ഷപാതവും കണ്ടെത്തിയ സംസ്ഥാന കമ്മിറ്റി തന്നെ കണ്ടെത്തിയ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷവും ഒരു നിമിഷം പോലും ഈ ഭരണത്തിൽ ഇവിടെ ഇരിക്കുവാൻ അർഹതയില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ പഞ്ചായത്ത്, നമുക്കറിയാം, ഈ പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്ന കാലം മുതൽ ഇവിടുത്തെ പ്രതിപക്ഷ അംഗങ്ങളെ, പഞ്ചായത്ത് അംഗങ്ങൾ നയപരമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും, അവരുടെ വാർഡുകളിലെ ഭരണപരമായിട്ടുള്ള അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളുമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും തന്നെ കാര്യമായിട്ട് അവരുടെ പങ്കാളിത്തത്തോടുകൂടി കൂടിയാലോചനയൊന്നുമില്ലാതെ വളരെ സ്വജനപക്ഷപാതമായി, വളരെ ഏകപക്ഷീയമായി, ജനാധിപത്യ രീതിയിലല്ലാതെ മുൻപോട്ട് പോകുന്ന ഒരു ഭരണസമിതിയാണ് ഈ 3 വർഷക്കാലം കഴിയുമ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. നമുക്കറിയാം, തൊട്ടപ്പുറം ഒരു വില്ലേജ് ഓഫീസർ, ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരു വില്ലേജ് ഓഫീസിൽ 3 മാസക്കാലമായി അവിടെ ഒരു വില്ലേജ് ഓഫീസറില്ല. നമ്മൾ ഇതുപോലെ ഒരു പ്രതിഷേധ പരിപാടി അവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. പ്രതിഷേധങ്ങൾ കണ്ടെത്തപ്പോൾ താൽക്കാലികമായി തൊട്ടടുത്തുള്ള ഒരു വില്ലേജ് ഓഫീസർക്ക് ചാർജ് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം വല്ലപ്പോഴും ഒന്ന് വന്നെങ്കിലായി ഇവിടുത്തെ ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ്. ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ ഈ വില്ലേജ് ഓഫീസർ അവിടെ ചെന്ന് കാണേണ്ട, മറ്റ് പഞ്ചായത്തിൽ ചെന്ന് കാണേണ്ട ഒരു ദുരവസ്ഥയാണ് കുറിച്ചിലെ ജനങ്ങൾക്കുണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പഞ്ചായത്തിൽ തീർത്തും അഴിമതിയും, തൊട്ടപ്പുറത്ത് ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരു പഞ്ചായത്തിലെ വില്ലേജ് ഓഫീസിൽ യാതൊരു രീതിയിലുള്ള സംവിധാനങ്ങളും ഇല്ലാതെ മുമ്പോട്ട് പോകുന്ന ഒരു ദുരവസ്ഥയാണ്. ഇത് കുറിച്ചിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിന് തുല്യമാണ്. എന്തൊക്കെയായാലും എനിക്ക് ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതരോട് പറയാനായിട്ടുള്ളത്, ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങളോട് പറയാനായിട്ടുള്ളത്, ഇതൊരു സൂചന മാത്രമാണ്. ഈ സൂചന കണ്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ തീർച്ചയായും വരും കാലങ്ങളിൽ കോൺഗ്രസിന്റെയും UDFന്റെയും അതിശക്തമായ സമരപരിപാടികളുമായി മുമ്പോട്ട് വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, എത്രയും പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ അരുൺ ബാബുവിനെ ഞാൻ വളരെ ആദരപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യാനാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയും KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ എത്രയും ബഹുമാനപ്പെട്ട ശ്രീ KC ജോസഫ് അവറുകളാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും, അടുത്തതായി DCCയുടെ മെമ്പർ എത്രയും ബഹുമാനപ്പെട്ട ബിജു കമ്പോളത്ത് പറമ്പിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മഹിളാ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ബെറ്റി ജോജോയെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കേരള ടീച്ചേഴ്സ് അസോസിയേഷന്റെ മുതിർന്ന നേതാവ് ശ്രീ TS സലീമിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള ലൂസി ജോസഫിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുതിർന്ന കോൺഗ്രസിന്റെ നേതാവ് ശ്രീ R രാജഗോപാലിനെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. INTUCയുടെ പ്രിയങ്കരനായ നിയോജകമണ്ഡലം പ്രസിഡന്റ് PV ജോർജിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
INTUC-യുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ വിഷ്ണുവിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രിയങ്കരനായ മണ്ഡലം പ്രസിഡന്റ്, ഇന്നലെ ചാർജ് എടുത്ത മണ്ഡലം പ്രസിഡന്റ് ശ്രീ അശ്വിനെ ഞാൻ ഈ യോഗത്തിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബാങ്ക് പ്രസിഡന്റ് കുറിച്ചിയിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ KC വിൻസെന്റിനെ ഞാൻ വളരെ ആദരപൂർവ്വം ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ശ്രീ അമ്പിളിക്കുട്ടനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ശ്രീ സുധീഷ്, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളായ അജിത്ത്, ടീബിന്, ലിപ്പിച്ചിന്, മറ്റ് മഹിളാ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ഏറെ പ്രിയങ്കരനും ബഹുമാന്യനുമായ മുൻ ഗ്രാമവികസന വകുപ്പ് മന്ത്രിയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ ശ്രീ KC ജോസഫ് അവറുകൾ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം ശ്രീ ബിജു കമ്പോളത്തുപറമ്പിൽ, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി ബെറ്റി ടോജോ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ R രാജഗോപാൽ, കേരള പെൻഷനേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ TS അലി, ശ്രീ മോട്ടി കാമനാടി, ശ്രീ PB ജോർജ്, വിഷ്ണു സാറെ, കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള സുധീഷ്, അമ്പിളിക്കുട്ടൻ, അശ്വിൻ, TB ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ ബഹുമാന്യായ ശ്രീമതി ലൂസി ജോസഫ്, ബൂത്ത് പ്രസിഡന്റുമാര് പ്രിയപ്പെട്ട S കുര്യാക്കോസ്, സജിമോൻ പള്ളിക്കളം, സ്ഥാപിച്ചൻ അടക്കം അംഗച്ചൻ എത്തിയിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് അംഗ അശ്വതി അടക്കം ഇവിടെ ബിനിമോൾ സന്തോഷ് അടക്കം ഇവിടെ എത്തിച്ചേർന്ന പ്രിയമുള്ള സഹപ്രവർത്തകരെ, കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പ് പത്രത്തിൽ വന്ന സംസ്ഥാന സർക്കാരിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കുറിച്ചി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചോളം വലിയ ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ നടത്തിയിട്ടുള്ള എല്ലാ തെറ്റായ നയങ്ങൾക്കെതിരെയും കണ്ണടച്ചിട്ടാക്കുന്ന നയമായി മുമ്പോട്ട് പോയപ്പോൾ ഈ ഗവൺമെന്റിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഇത്രയും ഗുരുതരമായ വീഴ്ചകൾ, ആ വീഴ്ചകളെ മുൻനിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് സമരപരിപാടിയുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ഇത് 1ാം ഘട്ട സമരമാണ്. 23 കോളനികൾ, അംഗീകൃത കോളനികൾ അടക്കമുള്ള പാവപ്പെട്ട ജനവിഭാഗം തിങ്ങിപ്പാർക്കുന്ന കുറിച്ചി പോലെയുള്ള ഒരു ഗ്രാമപഞ്ചായത്തിൽ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു ഭരണസമിതിയുമായി മുമ്പോട്ട് പോകുവാനുള്ള ധാരണയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന ഈ ഭരണസമിതിക്കുള്ളത് എങ്കിൽ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള പാർട്ടി എന്ന നിലയിൽ 2 കൈയും കെട്ടിക്കൊണ്ട് നോക്കി നിൽക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്നും ശക്തമായ സമര പരിപാടികളുമായി ഞങ്ങൾ മുമ്പോട്ട് തന്നെ ഇറങ്ങുമെന്നും ഇത്തരം ലക്ഷ്യബോധമില്ലാത്ത, ഇത്തരം ധാർഷ്ട്യത്തോടുകൂടിയുള്ള ഈ ഭരണസമിതിയെ തുടർന്ന് ഇവിടെ ഇരിക്കാൻ അധികാരമില്ല, അവർക്ക് ഇവിടെ ഈ കസേരയിൽ ഇരിക്കുവാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാണമുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകുന്ന സമീപനം എടുക്കണമെന്ന് മാത്രം പറയുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടിട്ടുള്ള വീഴ്ചകളെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ MCF മെറ്റീരിയൽ കളക്ടഡ് ഫെസിലിറ്റിയിട്ടുള്ള ചാലച്ചറയിൽ കാട്ടിക്കൂട്ടിയിരിക്കുന്ന വിരോധാഭാസം നിങ്ങൾ കാണേണ്ടതാണ്. ഒരു വിളപ്പിൽ ശാലയുടെ ചെറിയ രൂപമായി ചാലച്ചിറ മാറിയിരിക്കുകയാണ്. ആ ചാലച്ചിറയിൽ ഈ പ്രദേശത്തുള്ള മുഴുവൻ വേസ്റ്റുകളും കൊണ്ട് അവിടെ കുമിഞ്ഞുകൂടി അത് വഴിയിലേക്ക് പടർന്നു പോകുന്ന സാഹചര്യത്തിലാണ് മുമ്പ് കണ്ടിട്ടുള്ളത്. ആ ഒരു റിപ്പോർട്ടിൽ അത് പ്രത്യേകമായി പ്രതിപാദിച്ചു. കഴിഞ്ഞ തവണ ശ്രീ R രാജഗോപാലിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയിൽ ഇരുന്നപ്പോൾ
50 വർഷമായി വൃത്തിയാകാതെ ഇരുന്ന ആ ചാലച്ചിറയിലെ തോട് പൊട്ടി പദ്ധതി വെച്ച് വൃത്തിയാക്കിയിട്ടുള്ള സമയമാണ് ഞാൻ കൂടായി. അതേ മറികടന്നുകൊണ്ട് ആ സംവിധാനങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് വൃത്തിഹീനമായ അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് ചാലച്ചിറയിലെ പഞ്ചായത്ത് മുമ്പിലുള്ള ആ മൈതാനം കിടക്കുന്ന അവസ്ഥ ഇന്ന് കാണേണ്ടത്. അതുപോലെയുള്ള നിഷ്ക്രിയമായ ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയുമില്ലാത്ത പ്രവർത്തനവുമായിട്ടാണ് ഇന്ന് ഇവിടുത്തെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ധാർഷ്ട്യത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും മുഖഭാവത്തോടുകൂടി തന്നെയാണ് ഈ ഭരണ സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഏത് ഗവൺമെന്റ് പദ്ധതി ആയാലും ആ പദ്ധതി ടെൻഡർ വിളിച്ച് ആ പദ്ധതി ടെൻഡർ പൊട്ടിച്ച് അതിന്റെ കൃത്യമായ നടപടികളോട് കൂടി തന്നെ നടത്തേണ്ട സാഹചര്യമുള്ളപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് എല്ലാ വാർഡിലും വലിച്ചിരിക്കുന്നത് 32 ലക്ഷം രൂപ. അത് യാതൊരു നടപടിക്രമങ്ങളും നേക്കാതെ നിർയുക്ത ഏജൻസിക്ക് ചുമ്മാതെ കൊടുക്കുന്ന ഒരു സമീപനം. എത്ര നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ഇവർ ഈ ഭരണ സംവിധാനത്തിനെയും ജനങ്ങളെയും വെല്ലുവിളിക്കുന്നതെന്ന് നമുക്ക് കാണേണ്ടത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് പിന്നെ ഒത്തിരി നേതാക്കന്മാർ ഇവിടെ നിൽക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട KC-ക്ക് മടപ്പള്ളിയിലും പരിപാടികളുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ ഏറെ പ്രിയങ്കനായ ശ്രീ KC ജോസഫ് അവരുടെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു.